ഹായ് ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫിക്ഷൻസ് ഓൺലൈനിലേക്ക് സ്വാഗതം. പാടാത്ത പൈങ്കിളിയുടെ ഒരു മനോഹരമായ എപ്പിസോഡുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തുടർന്നും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അവസരം കിട്ടിയിട്ടും കൺമണിയുടെയും ദേവയുടെയും വിവാഹം നടന്ന വിവരം മധുരിമയെ അറിയിക്കാതെ അപ്പോഴുള്ള എല്ലാവരുടെയും സംഘർഷാവസ്ഥയിലുള്ള മനോഭാവവും എല്ലാം ആസ്വദിക്കുകയാണ് സ്വപ്നയും അനന്യയും. ഈ സമയം മുറിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ചിരിക്കുകയാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് അമ്മ വരികയാണ്. അമ്മ വന്നിട്ട് പറയുക, അതാ നിങ്ങളെ കാണാനൊരാളെത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കും ആരാണതെന്ന്. ഉടനെ അമ്മ പറയും മധുരിമ. അപ്പോൾ ആകെ ഷോക്കായിരിക്കുകയാണ് അച്ഛൻ. ഉടനെ അമ്മ പറയുക, ആളെ മനസ്സിലായില്ലേ? ദേവ അവൻ്റെ പെണ്ണെന്നും പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തിയ പെണ്ണ്. ഇവിടെ നടന്നതൊന്നും തൽക്കാലം അവൾ അറിഞ്ഞിട്ടില്ല. കൺമണിയുടെ വിവാഹം നടന്നു എന്ന് മാത്രമേ അവൾക്കറിയൂ. അത് ദേവയുമായിട്ടായിരുന്നു എന്ന് പെട്ടെന്നൊന്നും അവൾ ചിന്തിക്കില്ലല്ലോ. അല്ല, നിങ്ങൾ പോയി അവളെ കാണുന്നില്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇല്ല. അപ്പോഴേക്കും വീണ്ടും അമ്മ ചോദിക്കുക, പിന്നെ സംഭവിച്ചതൊക്കെ അവളോട് ആര് പറയും? ദേവയോ? അവനെ ബലിയാടാക്കി മതിയായില്ലല്ലേ? കള്ളം പറഞ്ഞ് മനം മാറ്റിയതാ നിങ്ങൾ എൻ്റെ മോനെ. അച്ഛൻ്റെ മനസ്സിൽ ലോകത്തിൽ ആരും അറിയാൻ പാടില്ലാത്ത അതീവ രഹസ്യമുണ്ടെന്നും പറഞ്ഞ് അവനെ നിങ്ങൾ പറ്റിച്ചു. അവൻ്റെ സ്വപ്നങ്ങളൊക്കെ തല്ലിക്കെടുത്തി. ഒരുത്തി അവൻ്റെ തലയിൽ കെട്ടിവെച്ചു. അവിടെയൊക്കെ നിങ്ങളുടെ തന്ത്രങ്ങൾ ഗംഭീരമായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് കാണേണ്ടത് മധുരിമയുടെ മുമ്പിൽ നിങ്ങൾ പയറ്റുന്ന തന്ത്രമാണ്. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് മധുരിമ കടന്നു വന്നപ്പോഴേക്കും ആകെ പ്രതിസന്ധിയിലായി പോയിരിക്കുകയാണ് അച്ഛൻ. അപ്പോൾ അദ്ദേഹം പറയാണ്, താൻ എന്നോട് പകരം വീട്ടുകയാണല്ലേ? അപ്പോൾ അമ്മ പറയുക, അതെ, എന്താ സംശയം? ചവിട്ടേൽക്കാൻ മാത്രമല്ലല്ലോ, ഇടക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനും പറ്റണ്ടേ എനിക്ക്? നിങ്ങൾ നോക്കിക്കോ, അവൾ വരും നിങ്ങളുടെ മുന്നിലേക്ക്. നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ശപിക്കും അവൾ നിങ്ങളെ. ഈ ഭൂമിയിൽ കിട്ടാവുന്ന ചീത്തവാക്കുകളെല്ലാം അവൾ നിങ്ങളെ വിളിക്കും. അത് കഴിഞ്ഞ് അവൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ കണ്ണീന്ന് കണ്ണീര് പൊഴിയും. അപ്പോൾ അദ്ദേഹം പറയാ, കഴിഞ്ഞോ? മറ്റാര് ശപിക്കുന്നതിനേക്കാൾ താൻ ശപിക്കുന്നത് കൂടുതൽ നന്നാവും. അപ്പോൾ വീണ്ടും അമ്മ പറയാ, വേണ്ട, ഇനി എൻ്റെ മുന്നിൽ പാവമായിട്ട് അഭിനയിക്കരുത്. അതെനിക്ക് മനസ്സിലാവും. ഞാൻ പോയി അവളോട് ഇങ്ങോട്ട് തന്നെ വരാൻ പറയാം. ഇതും പറഞ്ഞ് അമ്മ മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോഴേക്കും അച്ഛനുടനെ പിന്നാലെ ചെല്ലുകയാണ്. എടോ സുശീല, പ്ലീസ്. ഉടനെ തിരിഞ്ഞു നിന്നുകൊണ്ട് അമ്മ പറയാ, നിങ്ങൾക്ക് പേടിയോ? ഏയ്, അത് പാടില്ല. ആനന്ദ് വർമ്മയെന്ന് പറഞ്ഞാ ചങ്കൂറ്റത്തിൻ്റെ മറുപേരാ. എന്നെ തോൽപ്പിച്ചില്ലേ? എൻ്റെ മക്കളെ തോൽപ്പിച്ചില്ലേ? ദേവയെ തോൽപ്പിച്ചില്ലേ? പിന്നെന്താ ആരും അല്ലാത്ത മധുരിമയെ തോൽപ്പിക്കാൻ ഇത്ര പ്രയാസം? തോൽപ്പിക്ക്. എല്ലാവരും തോറ്റു തന്നതിന് ശേഷം അവസാനം നിങ്ങൾ മാത്രം ജയിച്ചു നിൽക്കുകയല്ലേ? ഇതും പറഞ്ഞ് അമ്മ അങ്ങ് പോവുകയാണ്. അപ്പോൾ അവരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രയാസത്തിൽ നിൽക്കുകയാണ് അച്ഛൻ. ഇതേസമയം മധുരിമ ദേവയുടെ അടുത്തേക്ക് ഇല്ല. എന്നിട്ട് ചോദിക്കുക, ദേവ, എന്താ ഇവിടെ എല്ലാവർക്കും പറ്റിയേ? ഒരു ചോദ്യത്തിനും കൃത്യമായൊരുത്തരം ആരും പറയുന്നില്ലല്ലോ. കൺമണി എൻ്റെ കാല് പിടിച്ച് കരയുന്നു. ഏട്ടത്തിമാരുടെ മുഖത്തൊക്കെ ഒരു പരിഹാസം പോലെ. അമ്മയുടെ മുറി ചെന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവന്തികയും എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ കാര്യം? അപ്പോൾ ദേവ പറഞ്ഞു, മധുരിമ, കുറച്ച് കാര്യങ്ങൾ എനിക്ക് തന്നോട് പറയാനുണ്ട്. ശാന്തമായ മനസ്സോടെ താൻ അതിൽ കേൾക്കുമെങ്കിൽ. അപ്പോൾ ഉടനെ മധുരിമ പറഞ്ഞു, ദേവ, എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ടേ. വിവാഹത്തിന് വരാതിരുന്നത് കൊണ്ട് എല്ലാവരും എന്നോട് പിണക്കമാണോ? അതോ ഇനി വിവാഹത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? കൺമണിയുടെ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആരും മറുപടിയൊന്നും പറയുന്നില്ല. ദേവ, സത്യം പറ, ഏട്ടത്തിമാരോ ഏട്ടന്മാരോ എന്തെങ്കിലും തെറ്റ് വന്നോ അവരുടെ ഭാഗത്തുനിന്ന്? അപ്പോൾ ദേവ പറഞ്ഞു, അവരുടെ ആരുടെയും ഭാഗത്തുനിന്ന് തെറ്റ് വന്നില്ല. തെറ്റ് വന്നത് എൻ്റെ അടുത്ത് നിന്നാണ്. ഇത് കേട്ടപ്പോൾ മധുരിമ ഒന്ന് ഞെട്ടി. മധുരിമ ചോദിക്കുക, നിൻ്റെ അടുത്തുനിന്നോ? നിൻ്റെ അടുത്ത് നിന്ന് എന്ത് തെറ്റ് വരാൻ? അപ്പോൾ ദേവ പറഞ്ഞു, മധുരിമ, ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് നിന്നോടത് പറയാനാവുന്നില്ല. അപ്പം മധുരിമ ചോദിച്ചു, എന്താടാ, എന്നോട് പറയാനാവാത്തൊരു കാര്യം മനസ്സിൽ ഒളിപ്പിക്കാൻ പറ്റുമോ നിനക്ക്? നീ എന്തായാലും അത് പറ, പ്ലീസ്. എന്നിട്ട് ദേവ അത് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ദേവയ്ക്ക് അത് പറയാനും പറ്റുന്നില്ല. അപ്പം മധുരിമ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയോടത് പറയാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് വരികയാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ പറയാം. രണ്ടാളും ഞെട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നു. അങ്ങനെ അച്ഛൻ അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം മധുരിമ ചോദിച്ചു, അച്ഛാ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? എന്തു പറ്റി നിങ്ങൾക്കൊക്കെ? കൺമണിയുടെ വിവാഹം നടന്നോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, നടന്നു. അത് കേട്ടപ്പോൾ മധുരിമയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ തോന്നി. മധുരിമ ചോദിക്കുക, എന്നിട്ട് അവളുടെ ഭർത്താവ് എവിടെ? അപ്പോൾ മധുരിമയുടെ തൊട്ടടുത്ത് ദേവ വളരെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ അച്ഛൻ
ദേവയെ ചൂണ്ടിക്കാണിച്ചു. അവളുടെ ഭർത്താവ് എവിടെയെന്നുള്ള ചോദ്യത്തിന് നേരെ ദേവയെ ചൂണ്ടിക്കാണിക്കുകയും മധുരിമ ആകെ ഷോക്കായിപ്പോയി. മധുരിമ ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടെ നോക്കുകയാണ്. ഉടനെ മധുരിമ ചോദിക്കുക, അച്ഛനെന്താ കൺമണിയുടെ ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഉടനെ ദേവയെ ചൂണ്ടിക്കാണിക്കുന്നേ? ഞാനത് തമാശയായിട്ട് ചോദിച്ചതല്ല അച്ഛാ. അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതും തമാശയല്ല, കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇവനാ. ഇത് കേട്ടപ്പോൾ മധുരിമ ആകെ ഞെട്ടിപ്പോയി. മധുരിമ ഇങ്ങനെ നോക്കുകയാണ് ദേവയെ. അപ്പോൾ ദേവയാണെങ്കിൽ ഒന്നും പറയാനാവാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഉടനെ മധുരിമ പറയുക, കള്ളം, രണ്ടുപേരും കൂടെ എന്നെ ഞെട്ടിക്കാനായിട്ട് കള്ളം പറയുകയല്ലേ അച്ഛാ, ഇത് വേണ്ട കേട്ടോ, ഞാൻ കരയുവേ. എന്നിട്ട് മധുരിമ ദേവയുടെ അടുത്ത് പറയാ, ദേവ, നീ എന്നോട് തമാശ പറയുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പോലെയല്ല അച്ഛനും അമ്മയും പറയുമ്പോൾ. അച്ഛനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അപ്പോൾ ദേവയും മധുരിമയോട് പറഞ്ഞു, മധുരിമ, അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇത് കേട്ടത് മധുരിമ ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ ദേവ പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഈ തുറന്നു പറച്ചിലുകൾ മധുരിമയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. മധുരിമ ആകെ ഷോക്കായി നിൽക്കുക. എന്നിട്ട് ദേവയോട് ചോദിക്കുക, ദേവ, ഞാനിത് എന്തായി കേൾക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, സംഭവിച്ചത് എന്താണെന്ന് നീ അറിയണം. എന്നിട്ട് ഓരോ കാര്യങ്ങളായി അച്ഛൻ പറഞ്ഞു. കൺമണിയുടെ വിവാഹത്തിൻ്റെ അന്ന് പോലീസ് വന്നതും വരൻ ഒരു ഫ്രോഡായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതും രാത്രിയിൽ കൺമണി വീട് വിട്ടിറങ്ങിയതും കൺമണിയെ അന്വേഷിക്കാനായി ദേവ പോയതും ഇവരെ രണ്ടാളെയും നാട്ടുകാർ മോശമായി ചിത്രീകരിച്ചതും അതിനുശേഷം കൺമണിയെ വിവാഹം ചെയ്യണം എന്ന് ദേവയോട് അച്ഛൻ പറഞ്ഞതും പിന്നെ ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യവും അങ്ങനെ ഓരോന്നായിട്ട് മധുരിമയോട് അച്ഛൻ പറയുകയാണ്. ഇതെല്ലാം കേട്ടതും മധുരിമ അലറിക്കൊണ്ടൊരു നോ എന്നൊരു വാക്കാണ് പറയുന്നത്. എന്നിട്ട് പറയുക, കേൾക്കണ്ട, എൻ്റെ അച്ഛനേക്കാൾ സ്നേഹം തോന്നി എനിക്ക്. സ്വന്തം മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ട് കൊതിച്ചു ഞാൻ. നാളെ മുതൽ അതിൻ്റെ ഒരു പങ്ക് എനിക്കും ഉണ്ടെന്ന് ഞാൻ അഹങ്കരിച്ചു. എന്നിട്ട് എന്നെ ചതിച്ചു അല്ലേ? ഇത് കേട്ടതും അച്ഛനാകെ സങ്കടമായി. അച്ഛൻ പറയും, മോളെ, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങുകയും മധുരിമ പറയുക, ചതിയനാ നിങ്ങൾ. ഇപ്പം എനിക്ക് മനസ്സിലായി, ഏട്ടനും ഏട്ടത്തിമാരും ഒക്കെ പറഞ്ഞിരുന്നതാ സത്യമെന്ന്. കാപട്യം അച്ഛൻ്റെ ഉള്ളിലാ. എന്തും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു കോമരമായിട്ട് ഇവനെ വളർത്തി വലുതാക്കിയിട്ട് അവസാനം നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ദേവയെ ബലി കൊടുത്തു. നിങ്ങൾ അച്ഛൻ എന്നൊരു വാക്കിന് തന്നെ അപമാനമാണ്. ഇത് കേട്ടതും അച്ഛൻ പറഞ്ഞു, നിന്റെ ശാപത്തിൻ്റെ അർത്ഥം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതെന്നെ ജീവനോട് ദഹിപ്പിക്കുന്നതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും മോളെ. മനസ്സിൽ നിന്നും ഒരു അപേക്ഷയേ ഉള്ളൂ നിന്നോട്, പൊറുക്കണം എന്നും പറഞ്ഞ് മധുരിമയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് അച്ഛൻ. അപ്പം മധുരിമ അലറിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, നിങ്ങളോട് ഞാൻ പൊറുത്ത അത് ഈ ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളുടെയും തോൽവിയാണ്. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് മധുരിമ പറയാം, അച്ഛൻ സൂത്രക്കാരനാ, ഞാനാ മണ്ടി. ഈ വീട്ടിൽ ഞാൻ കണ്ടതൊക്കെ അച്ഛനൊരുക്കിയ മായ കാഴ്ചകളാണ്. ഞാനത് കണ്ട് സന്തോഷിച്ചു. എന്ത് സങ്കടമായിരുന്നെന്നറിയോ എനിക്ക് ആ കല്യാണത്തിന് നിങ്ങളുടെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റാഞ്ഞതിൽ. ഞാൻ ഉണ്ടായിരുന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾ എന്നെ ഒഴിവാക്കുമായിരുന്നില്ലേ? അല്ലെങ്കിൽ അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി എന്നെ എന്തെങ്കിലും ചെയ്ത് കൊല്ലുമായിരുന്നില്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, അങ്ങനെയൊന്നും പറയരുത്. അപ്പം മധുര പറയാം, പറയും. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനാ നിങ്ങൾ, ഏറ്റവും വലിയ ചതിയനാ നിങ്ങൾ. അറപ്പ എനിക്ക് നിങ്ങളെ കാണുന്നതും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതും. മധുരിമയുടെ വാക്കുകൾ കേട്ടതും ദേവ മധുരിമ എന്നിങ്ങനെ വിളിക്കുകയാണ്, ഒരു വാണിംഗ് പോലെ. അപ്പോഴേക്കും ഉടനെ മധുരിമ പറഞ്ഞതെല്ലാം നിർത്തി. എന്നിട്ട് പറയാം, അച്ഛൻ പൊയ്ക്കോ, ഈ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ട്. അല്ലായിരുന്നെങ്കിൽ പോ എന്നും പറഞ്ഞിട്ട് അച്ഛൻ്റെ മുഖത്തടിക്കുന്ന പോലെ പറയുകയാണ് മധുരിമ. എന്നിട്ട് ദേവയുടെ അടുത്തേക്ക് വന്നിട്ട് മധുരിമ പറയാം, ദേവ, ഇപ്പോഴൊരു നേരിയ പ്രതീക്ഷ എൻ്റെ മനസ്സിൽ കിടക്കുക. നിങ്ങൾ പറഞ്ഞതൊന്നും സത്യമല്ലെന്ന് കേൾക്കാൻ. അപ്പോൾ ദേവയും ഉറക്കെ പറയും, സത്യമാണ്, സത്യമാണ്. ആവർത്തിച്ച് ദേവ ഇങ്ങനെ വീണ്ടും പറയുകയാണ്. ഉടനെ ദേവയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് മധുരിമ ചോദിക്കുക, ഞാൻ ആരായിരുന്നടാ നിനക്ക്? ഞാൻ എന്തായിരുന്നു നിനക്ക്? ഒരു പ്രദർശന വസ്തുവോ? അതോ നിനക്ക് സമയം കളയാൻ വേണ്ടിയുള്ള ഒരുത്തിയോ? എനിക്ക് നിന്നോടല്ല സംസാരിക്കാനുള്ളത്, അവളോടാ, കൺമണിയോട്. അപ്പോൾ ദേവ പറഞ്ഞു, അത് വേണ്ട. ഉടനെ മധുരിമ ചോദിക്കുക, ഓ, ഭാര്യയോട് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നിനക്ക് വിഷമാകുമായിരിക്കും അല്ലേ? പക്ഷേ എനിക്ക് പറയണം, കുറച്ച് ദിവസം കൊണ്ട് അത്രയ്ക്ക് സ്നേഹിച്ചതാ ഞാൻ അവളെ. അവൾക്ക് എന്നെ ചതിക്കാൻ തോന്നിയെങ്കിൽ. ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവ പറയും, മധുരിമ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഉടനെ മധുരിമ പറഞ്ഞു, മിണ്ടരുത്. നീയും നിൻ്റെ അച്ഛനും ഇനി ആരെയൊക്കെ ന്യായീകരിച്ചാലും അവരൊക്കെ തെറ്റുകാരാണെന്ന് എനിക്ക് തോന്നുന്നു. നീയും നിൻ്റെ അച്ഛനും ഒക്കെ ഇത്രയ്ക്ക് ദുഷ്ടരായി പോയല്ലോടാ. നീ ദുഷ്ടനാടാ എന്നും പറഞ്ഞ് ഒഴുകി വന്ന് കണ്ണുനീരും തുടച്ചുകൊണ്ട് മധുരിമ നേരെ കൺമണിയുടെ അടുത്തേക്ക് പോവുകയാണ്. മധുരിമ അങ്ങനെ കൺമണിയുടെ മുറിയിലെത്തി.
അപ്പം കൺമണി അവിടെ കട്ടിലിരിക്കുകയായിരുന്നു. അപ്പം മധുരിമയെ കണ്ടതും കൺമണിക്ക് മനസ്സിലായി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണിതെന്ന്. ഉടനെ തന്നെ കൺമണി അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തെത്തിയ മധുരിമ പറയാം, നിന്റെ വിവാഹത്തിന് ഏറ്റവും സന്തോഷത്തോടെ തൊട്ടരികിൽ നിൽക്കണമെന്ന് തീരുമാനിച്ചതാ ഞാൻ ഇല്ലാതിരുന്നത് നന്നായി അല്ലേടി. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നീ ഈ വീട്ടിലെ ആരും അല്ലായിരുന്നു. ഞാൻ ഇവിടേക്ക് തിരിച്ചെത്തിയപ്പോൾ നീ ഈ വീട്ടിലെ മരുമകൾ. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ മാറ്റം. നിനക്ക് പറയാനുള്ള കാരണങ്ങൾ എനിക്ക് കാണാപ്പാടമായിട്ട് അറിയാം. ഗതികേട്, അച്ഛൻ പറഞ്ഞ വാക്ക്, ദേവയുടെ മൗനം, ഇതൊക്കെയല്ലേടി മാനം കെട്ട പെണ്ണിന് മുന്നിൽ ചാകാനുള്ള വഴികൾ പലതാ. നിന്നെപ്പോലെ നിഷ്കളങ്കത്വം പറയുന്നവര് പെട്ടെന്ന് അത് തിരഞ്ഞെടുക്കുകയും ചെയ്യും. പക്ഷേ നീ അത് ചെയ്തില്ല. നീ ചെയ്യുന്നതായി അഭിനയിച്ചു. അപ്പോൾ ഉടനെ കൺമണി പറഞ്ഞു, അല്ല എല്ലാവരും കൂടി. ഉടനെ മധുരിമ അലറി, ആരെല്ലാരും കൂടി? അമ്മ എതിർത്തില്ലേ? ഏട്ടന്മാർ മുഴുവനും എതിർത്തില്ലേ? ഏട്ടത്തിമാരെതിർത്തില്ലേ? പിന്നെ എങ്ങനെയാടി നീ സമ്മതിച്ചത്? പിന്നെ എങ്ങനെയാടി നീ മണ്ഡപത്തിൽ കയറിയത്? ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കുമ്പോഴും കൺമണി നിന്ന് കരയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം മധുരിമയും കരഞ്ഞുകൊണ്ട് ചോദിക്കുക, എൻ്റെ കഴുത്തിൽ ദേവ അണിയിക്കേണ്ട താലി എങ്ങനെയാടി നീ ഏറ്റുവാങ്ങിയേ? അപ്പം കൺമണി പറഞ്ഞു, എന്നെ വേണമെങ്കിൽ കൊന്നോ? അപ്പം മധുരിമ പറയാ, ഏയ് നീയല്ലേ എന്നെ കൊന്നു കളഞ്ഞേ, നീയല്ലേ എന്നെ ഇല്ലാതാക്കിയത്. ഞാൻ ഇവിടെ വന്ന് നിന്ന കുറച്ച് ദിവസം നീ പറയുമായിരുന്നു മധുരിമ ഇനി ഇവിടത്തെ എല്ലാമാണെന്ന്. ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ആരാടി ഇവിടുത്തെ? പറയ്, എവിടുന്നോ വന്നൊരുത്തി, ആരുമായി ബന്ധമില്ലാത്തൊരുത്തി, എവിടേക്ക് ഇറങ്ങിപ്പോയാലും ആർക്കും പരാതിയില്ലാത്തൊരുത്തി. ഈ പറഞ്ഞ മേൽവിലാസം നിൻ്റേതായിരുന്നു. അതെൻ്റെ തലയിലേക്ക് വെച്ച് നീ സുരക്ഷിതയായി. മിടുമിടുക്കി. ഇതൊക്കെ പറയുമ്പോൾ കൺമണി പറയുക, അല്ല. ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.